ഹായ് ഗൈസ്, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും ഐ വാസ് നോട്ട് ഷുവർ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്നുള്ളത്. കാരണം ഒരു ഫോട്ടോ എടുത്താലും ഭയങ്കരമായിട്ട് ഫിൽറ്റർ ഇട്ടായിരിക്കും ഞാൻ എപ്പോഴും ഇൻസ്റ്റയിലായാലും എവിടെയും ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ ഞാൻ വിചാരിച്ചു ഇതേ സ്കിൻ കണ്ടീഷൻ അനുഭവിക്കുന്ന കുറേ പേര് വേറെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാണ്. എനിക്ക് ബാംഗ്ലൂർ വന്ന ശേഷമാണ് എൻ്റെ സ്കിൻ കണ്ടീഷൻ ഇത്രയും ഒരു വേഴ്സായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആദ്യം 2-3 ഇങ്ങനെ പിമ്പിൾസ് പോലെ വന്നിട്ട് പിന്നെ അത് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഞാൻ കുറേ നാൾ മാറും എന്ന് പറഞ്ഞ് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മാറിയില്ല. അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ 2-3 ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്ത് തന്നെയുള്ളൊരു ഡോക്ടറിനെ ഞാൻ കൺസൾട്ട് ചെയ്യുന്നത്. ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിരുന്നു. പിന്നെ പുള്ളി തന്നെ പറഞ്ഞ മരുന്നുകൾ എനിക്ക് അവിടെ നിന്ന് തന്നെ കൊറിയർ ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ടാബ്ലറ്റ്സ്, ഒരു 30 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സും പിന്നെ അല്ലാതെ ഒരു ഫേസ് വാഷും പിന്നെ ഒരു ജെല്ലുമാണ് ഉണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ ഒന്നും പേര് മെൻഷൻ ചെയ്ത് പറയാത്തത്, ഓരോരുത്തർക്കും ഓരോ സ്കിൻ കണ്ടീഷൻ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിതൊരു സീരീസ് പോലെ ഇടാമെന്ന് വിചാരിച്ചു. ഒരു 30 ഡേയ്സൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മുടെ ഫേസിലുണ്ടോ എന്നുള്ളത് നമുക്കും മനസ്സിലാവും, ഇത് കാണുന്ന ആൾക്കാർക്കും അത് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചു. ആൻഡ് ഞാനിപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു 30 ഡേയ്സ് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിന്നിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ആ ഒരു ഡോക്ടറിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ.